ഹലോ ഗൈസ്, കുറേ ആയി ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ കൃഷിത്തോട്ടങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. അച്ഛാ, എന്താ അങ്ങനെ അന്തം വിട്ടപ്പോൾ നിൽക്കുന്നത്? നല്ല മഴയുണ്ടല്ലോ അല്ലേ? ആ, മഴക്കാറും ഉണ്ട്. എന്താണ് അച്ഛൻ നോക്കണേ? പൈറ്റ് വള്ളി വരുമ്പോൾ പയറില്ല അച്ഛാ? അച്ഛൻ്റെ കൃഷിത്തോട്ടങ്ങളാണ് അല്ലേ? പച്ചമുളക്, കോവല്. എന്തൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛാ കൃഷിയിൽ? പയറ്, കോവല്, പച്ചമുളക്, കൂർക്ക വെച്ചിട്ടുണ്ട് അല്ലേ അച്ഛാ? ഇതൊക്കെ എന്തായി, ആവാനായാ? പച്ചമുളകിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുളകുകളൊക്കെ വരാൻ തുടങ്ങി. എത്ര തരം മുളക് വെച്ചിട്ടുണ്ട് അച്ഛാ? 4 തരം. എന്തൊക്കെയാ അച്ഛാ? വെള്ളച്ചീനി, കാട്ടുമുളക്, പിന്നെ പൊള്ളമുളക്, പൊള്ളിച്ചമുളക്, അങ്ങനെ 3-4 സൈസ് ഉണ്ട്. അങ്ങനെയാണ് പരിപാടികളൊക്കെ അല്ലേ? എന്താ അച്ഛാ വെച്ച്? പിന്നെ പച്ചമുളക് തോട്ടമേ ഉണ്ട്. പച്ചമുളക് തോട്ടയുണ്ട്. അപ്പൊ കാണിച്ചു കൊടുക്കാം അച്ഛാ. അപ്പൊ മഴയൊക്കെ പെയ്ത് ഞങ്ങളിങ്ങനെ അച്ഛൻ എപ്പോഴും കുറേ സമയം അച്ഛൻ ഇങ്ങനെ കൃഷിത്തോട്ടത്തിൽ തന്നെയാണ്. ഇതാ കാണുന്നത് അച്ഛാ, ഇറങ്ങണം. ഇത് പയറ്, ഇത് നിൽക്കുന്നൊക്കെ പയറ്. ഇതാണ് ഈ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, ചെടി നിൽക്കുന്നത് പോലെ. ഇതൊക്കെ പയറ് അല്ല, പച്ചമുളകാണ്. എന്ത് പച്ചമുളക് അച്ഛാ? കോഴിമുളക് പറയുമ്പോൾ എന്ത്? കപ്പലമുളക് പോലത്തെ മുളകാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ പയറ് വെച്ചിട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ. അതൊക്കെ ആവാറായിട്ടുണ്ട് അല്ലേ അച്ഛാ? വെക്കണം അല്ലേ? ആ, ചെറുത് അല്ലേ? അതിന്റെ ഇടയിൽ അല്ലേ? ഇനിയുണ്ട് അല്ലേ? കൂർക്കയാ? അപ്പൊ നമുക്ക് കൂർക്ക നോക്കാം. അപ്പൊ കൂർക്ക നോക്കാം അല്ലേ? നട്ടിട്ട് ഇതിന്റെ തല വലുതായി വരുമ്പോ ഈ തല നുള്ളിയിട്ട് വേറെ പാത്തി മാടി അതിൽ വെക്കണം. ഓ, ഇതൊന്നും എടുക്കണോ? ഇനി എടുക്കണം. ഈ നുള്ളി എടുത്ത് വേറെ സ്ഥലത്ത് നടണം. കൂർക്ക കിട്ടുള്ളൂ. ഓ, ഇനി ഇവിടുന്ന് മാറ്റണം അല്ലേ? മാറ്റണം, ഇതിലേക്ക് മാറ്റണം. വള്ളി ഓടുമ്പോ വള്ളി വെച്ച് വെക്കണം. ഈ സൈഡിലേക്ക് മാറ്റണം അല്ലേ അച്ഛാ? അത്യാവശ്യം ചേന. ഇതെന്താ എവിടെ? ഇത് ചേനയാണ്. അത് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്കത്. ചേനയുണ്ട്, അങ്ങപ്പുറത്ത് ചേനയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചേന വെച്ചിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഈ മഴക്കാലത്ത് ഇപ്പൊ മഴ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ ഇപ്പൊ ഇനി വെക്കാൻ പറ്റുമോ? ഇനി വെക്കാം. ഇനിയാണ് കൂർക്കത്തല പാകുന്നത്. അതെ, ഇനി പച്ചക്കറികളെല്ലാം വെക്കാലോ അച്ഛാ? നിങ്ങള് വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നട്ട് വിഷമില്ലാത്ത സാധനം ഭക്ഷിക്കണം. പക്ഷേ ഇപ്പത്തെ കാലത്ത് മക്കളൊക്കെ ചെയ്യില്ല, ചെയ്ത് നോക്കുക. അതെ അല്ലേ? അതെ, നമ്മള് താഴെ നിന്ന് നോക്കി അവിടേക്ക് അല്ലേ? ഇതെന്താ? ഇത് പയറ്. ഇതൊക്കെ പയറല്ലേ? ഇത് കോവയ്ക്ക. ഇതാണ് അതിന്റെ തണ്ട്, കുഴിച്ചിട്ടതിന്റെ തണ്ട്. ഇതിന്നാണ് പടർന്നു വന്നല്ലേ? ഇതിന് വലിയ ചെലവൊന്നുമില്ല. ഒരു 2 തുണ്ട് അതിന്റെ വള്ളി കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടാക്കാം അല്ലേ? ഒന്ന് പടർത്തി കൊടുത്താൽ മതി. ഇതുപോലെ പന്തലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന്. ഇപ്പൊ നമുക്ക് നിറയെ കിട്ടി. ഇന്ന് കോവയ്ക്ക് ഉപ്പേരിയാണ് അല്ലേ? ഇതുപോലെ ഇപ്പൊ ഞങ്ങൾ ഒരു എന്താ പറയുക, നിറയെ നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടുണ്ട്. ഒരു ബേസ് നിറയെ കിട്ടിയിട്ടുണ്ട് തന്നെ. 3-4 കിലോ ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ. പിന്നെ ഇത് എവിടെ വെച്ചിട്ടുണ്ടല്ലോ? എന്താ വെച്ചാ? ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിന്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ടില്ലേ? വെജിറ്റബിൾസിന്റെ ഇടയിൽ ഒരു വെറൈറ്റി ഫ്ലവർ വന്നു. ഒരു ഇതെന്താ? ഒരു പൂച്ചെടി തന്നെയാണ് ഇത്. പൂച്ചെടിയാണോ? ഇവിടെ നിങ്ങളുടെ പൂച്ചെടി ഈ ഒരു ലെയർ അല്ലേ? ഇവിടെ ഒന്നും കൂടെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് റഫായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ? ഇതാ അച്ഛൻ പറഞ്ഞ പോലെ ഇതവിടെ പയറുണ്ട്, കുറേ പലതരത്തിലുള്ള മുളക് തൈകളുണ്ട്. അതേപോലെ തന്നെ അവിടെ കൂർക്കയുണ്ട്. പിന്നെന്താ വെച്ചാൽ ചേന അല്ലേ? പിന്നെ അവിടെ അച്ഛൻ ആ ഭാഗത്ത് നമ്മൾ അപ്പോഴൊന്നും കൂടെ കണ്ട പോലെ ചേന വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ വീണ്ടും കുറേ തരത്തിലുള്ള പച്ചമുളകുണ്ട്, പയറുണ്ട്, കോവയ്ക്കുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താ വെച്ചാൽ വെള്ളം വിട്ടുപോയോ? പിന്നെ ഇതാ മുരിങ്ങയുണ്ട്, മുരിങ്ങക്കായി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഓമക്കായി, നിങ്ങളവിടെ പപ്പളങ്ങാന്നൊക്കെ പറയും. ഓമക്കായി ഉണ്ട്. പിന്നെ ഇതാ വാഴയുടെ അവസ്ഥ അതപ്പോൾ എങ്ങനെയാണ്? ഇതെന്ത് കൊല വെച്ചാ? ചാരപ്പൂവൻ. ഇതവിടെ ചാരപ്പൂവൻ അല്ലേ? ചാരപ്പൂവനുണ്ട്. അപ്പം പിന്നെ ഇതാ കപ്പളങ്ങയുണ്ട്, അതായത് ഓമക്കായി ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ആഴ്ചക്ക് 2 പ്രാവശ്യം വലിക്കുന്നുണ്ട്. ഇപ്പൊ പയറൊക്കെ വലിച്ചൂലച്ചാ. ഇന്നിപ്പോ കോവയ്ക്കൊക്കെ പറിച്ചിട്ടുണ്ട്. മുരിങ്ങയുണ്ട്. മുരിങ്ങക്കായി പിന്നെ എത്രത്തോളം ആയിരുന്നു അറിയോ? നിറയെ കുറേ പേര് വന്ന് കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കായി. ഇതുപോലെ എത്ര കിട്ടിയച്ചാ? 5 കിലോ കിട്ടി. ഇതിപ്പോ നമ്മൾ അതെന്നെ ഉപയോഗിച്ചതിന്റെ ബാക്കിയാണത്. നല്ല രസമുണ്ട്. നാടനാണ് അല്ലേ ചാ? അതെ, നാടൻ ടൈപ്പാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പാവം. അപ്പോൾ അച്ഛന് തന്നെയാണ് പണി. അച്ഛന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടുവളപ്പിൽ തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമ്മളിതൊക്കെ ചെയ്തിരിക്കും. ഇത്രയും പച്ചക്കറികളും സാധനങ്ങളൊക്കെ അല്ലേ ചാ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ അച്ഛന്റെ കൃഷിനെ കുറിച്ച് കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവരും ഈ കൃഷി ചെയ്യണം. അതെ, ഓക്കെ, ബൈ.